അമേരിക്കയിലെ ഫെഡറൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാനുള്ള ട്രംപിന്റെ നീക്കത്തിന് കനത്ത തിരിച്ചടി നൽകി കോടതി. സർക്കാരിന്റെ ചിലവുകൾ കുറയ്ക്കാൻ വേണ്ടി ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാനുള്ള ട്രംപിന്റെയും മസ്കിന്റെയും പദ്ധതിക്കാണ് ഫെഡറൽ കോടതി തടയിട്ടത്. യു.എസ്. ജില്ലാ ജഡ്ജി വില്യം ആൽസപ്പാണ് ഉത്തരവിറക്കിയത്. പ്രതിരോധ വകുപ്പ് ഉൾപ്പെടെ വിവിധ ഫെഡറൽ ഏജൻസികളിൽ പിരിച്ചുവിടൽ നടത്താൻ ട്രംപ് അനുമതി നൽകിയിരുന്നു. യു.എസ്. ഓഫീസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് ഫെഡറൽ ഏജൻസികളോട് ജീവനക്കാരെ പിരിച്ചുവിടാൻ നിർദ്ദേശിക്കാനാവില്ലെന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ കോടതി നിരീക്ഷിച്ചു. പ്രൊബേഷണറി ജീവനക്കാരെയും ഇത്തരത്തിൽ പിരിച്ചുവിടാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. ജഡ്ജിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ലോക ചരിത്രത്തിലെ ഒരു നിയമത്തിലും മറ്റൊരു ഏജൻസിയിലെ ജീവനക്കാരെ നിയമിക്കാനും പിരിച്ചുവിടാനും പേഴ്സണൽ മാനേജ്മെന്റിന് അധികാരമില്ല. ഏജൻസികൾക്ക് തന്നെ ജീവനക്കാരെ നിയമിക്കാനും പിരിച്ചുവിടാനും കോൺഗ്രസ് അധികാരം നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, പ്രതിരോധ വകുപ്പിന് നിയമിക്കാനും പിരിച്ചുവിടാനും നിയമപരമായ അധികാരമുണ്ടെന്നും യു.എസ്. ജില്ലാ ജഡ്ജി പറഞ്ഞു. രണ്ടാം വട്ടം അധികാരത്തിലേറിയ ഉടൻ ട്രംപ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികൾ പലതും വിവാദത്തിലായിരുന്നു. അതിലേറ്റവും പുതിയ നിയമപരമായ തിരിച്ചടിയാണ് ഈ വിധി. നേരത്തെ അമേരിക്കയിൽ ജനിക്കുന്നവർക്കെല്ലാം ജന്മാവകാശ പൗരത്വം നൽകുന്ന 14-ാം ഭരണഘടനാ ഭേദഗതി ട്രംപ് റദ്ദാക്കിയിരുന്നു. പ്രസിഡന്റിന്റെ ഈ ഉത്തരവും കോടതി സ്റ്റേ ചെയ്തു. അനിവാര്യമല്ലെന്നാരോപിച്ച് പ്രൊബേഷണറി ജീവനക്കാരെ പിരിച്ചുവിടാൻ നിർദ്ദേശിക്കുന്ന ജനുവരി 20-ലെ മെമ്മോയും ഫെബ്രുവരി 14-ലെ ഇമെയിലും പിൻവലിക്കാൻ കോടതി നിർദ്ദേശം നൽകി.